ഈ വീഡിയോയിൽ പുതിയ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇറാൻ ഇന്നലെ കൊടുത്ത പ്രപ്പോസൽ ട്രംപ് മുഖവിലേക്ക് എടുത്തില്ല. അതിനെ തുടർന്ന് പുതിയൊരു പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. പുതിയ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റേജസ് പ്രപ്പോസൽ. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. അപ്പോൾ എന്തായാലും നാട്ടിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്, കേരള, വെസ്റ്റ് ബംഗാൾ, അസം ഈ 4 സ്റ്റേറ്റുകളിലും വോട്ടെണ്ണൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും. ആ മേഖലകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവർ നല്ല ബിസി ആയിരിക്കും. എന്നാലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പരാമർശങ്ങളൊന്നിനെ പറയുന്നില്ല. പൊതുവിൽ തമിഴ്നാടും വെസ്റ്റ് ബംഗാളും കുറച്ച് ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. കേരളവും അസ്സാമും പൊതുവെ ഇത്തിരി ശാന്തമാണ് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ അതായത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ, അതായത് വെസ്റ്റ് ബംഗാളിലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ഇവർ രണ്ടുപേരും അതിക്രമങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ സാധാരണ ഇലക്ഷനുകളിൽ 110 കോടി 120 കോടിയൊക്കെയാണ് അവർ ചിലവാക്കുന്നത്, കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ ചിലവാക്കുന്നതെങ്കിൽ ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് 540 കോടിയാണ് അത്രേ. മനസ്സിലാക്കിക്കോണം എത്രമാത്രം പണം ഒഴുകിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു വോട്ടിന് 6000 രൂപ വരെ കൊടുത്തിട്ട് 4 വോട്ടുള്ള ഒരു കുടുംബത്തിന് കിട്ടുന്നത് 24,000 രൂപയാണ്. ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന പൈസയാണ്. ഇത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് വോട്ട് നമ്മളുടെ പാർട്ടിക്ക് തന്നെ വീണിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് ഒരു 500 രൂപ കൊടുക്കുക, എന്നിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ബൂത്ത് ഏജൻറ്റുകളെ വെച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തി അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഭരണകക്ഷികൾ അവർ തോറ്റു കഴിഞ്ഞാൽ അതിന് കാരണം മറ്റുള്ള പാർട്ടികളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് പല ബൂത്തുകളും പല പാർട്ടികൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തി വോട്ടെണ്ണുന്നത് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ തമിഴ്നാട്ടിൽ 2 പാർട്ടികളാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. അതിലൊന്ന് TVK എന്ന് പറഞ്ഞ ആക്ടർ വിജയുടെ പാർട്ടിയും, അതുപോലെ തന്നെ സീമ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡയറക്ടർ കം ആക്ടറാണ്. അയാൾ കുറച്ച് ഇതിനു മുമ്പ് തന്നെ 2 ഇലക്ഷൻ അയാൾ മത്സരിച്ചിട്ടുണ്ട്. നാം തമിഴർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി, NTP. ഈ 2 പാർട്ടികളുമാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ബാക്കിയെല്ലാം ഈ DMK ഒക്കെ പല പാർട്ടികൾ ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ DMK വിജയിക്കുന്നെങ്കിൽ, അതായത് കൂട്ടുകക്ഷി ഭരണം അതായിരിക്കും, പിടിവലി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി എല്ലാ പാർട്ടികളും തമിഴ്നാട്ടിൽ ഭയങ്കര ആഘോഷത്തിലാണ്. പക്ഷേ അതേസമയം കേരളത്തിൽ അത്രമാത്രം ആഘോഷങ്ങളില്ല. കേരളത്തിൽ പല പോളിംഗിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. മറ്റേ BJP കുറച്ച് അവരുടെ ശക്തി തെളിയിക്കുമെന്നും, അതുപോലെ തന്നെ BJPയുടെ വോട്ട് ഷെയർ ഈ 2 പാർട്ടികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ CPMനുള്ള വിജയ സാധ്യത കുറച്ച് വിദൂരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒപ്പത്തിനൊപ്പം എത്തും, ചെറിയ മാർജിനിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കേരളത്തിലുള്ള പൊതുവിലുള്ള വിലയിരുത്തൽ. പക്ഷേ അതേസമയം നമുക്കറിയില്ല കേട്ടോ, ജസ്റ്റ് പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രഡിക്ഷൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ പൊളിറ്റിക്സിൽ നമ്മൾ ഇറങ്ങാറില്ല. നാളെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുപോലെ തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെറ്റിക്കഴകവും അതുപോലെ സീമാൻ്റെ പാർട്ടിയായിട്ടുള്ള NTPയും കളക്ട് ചെയ്യുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ DMK ആണോ അല്ലെങ്കിൽ ADMK ആണോ. ADMK മീൻസ് ഇതിനു മുമ്പ് ജയലളിതയുടെ പാർട്ടി. ആ പാർട്ടി ഇപ്പം ഒരു വിധത്തിൽ കലങ്ങി തെളിഞ്ഞ് അവിടെ തന്നെ ഈ ചിന്നമ്മ പെരിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശശികല എന്ന് പറഞ്ഞ ജയലളിതയുടെ ഫ്രണ്ട് ഒരു പാർട്ടിയായിട്ട് അവർ നടത്തുന്നുണ്ട്. ദിനകരൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, അയാളൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ O പന്നീർസെൽവം, പഴനിസ്വാമി എന്ന് പറഞ്ഞിട്ട് അവരൊരു കൂട്ടരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ADMK തന്നെ ചിതറിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലെറ്റ് us see. ഇതാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇറാനിലേക്ക് വരാം. ഇറാൻ വെച്ചിരിക്കുന്ന പ്രൊപ്പോസൽ അതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വിഷയം കൂടി നമ്മൾ മൈൻഡിലുണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് പറഞ്ഞൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് എൻ്റെ റീഡിങ്സ് ഞാനിങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച 3 സ്റ്റേജ്. അപ്പോൾ അതിൽ സ്റ്റേജ് 1 എന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിസിഷൻ എടുക്കേണ്ടത് അമേരിക്കയാണ്, അമേരിക്കയുടെ കോർട്ടിലാണ് ബോൾ, ട്രംപിന് തീരുമാനമെടുക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള പരാമർശം കൂടി ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്റ്റേജ് 1 ഫസ്റ്റ് കണ്ടീഷൻ, എൻഡ് വാർ, യുദ്ധം അവസാനിപ്പിക്കുക 30 ദിവസത്തിനകത്ത്, മാക്സിമം 30 ഡേയ്സ്, ഇൻക്ലൂഡിങ് ലെബനാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. 30 ദിവസമാണ് ടൈം ലൈൻ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഗ്രാജുവലി ഇറാൻ ഓപ്പൺ ചെയ്യും.
സ്ലോലി അവർ ഓപ്പൺ ചെയ്യും. കാരണം ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ ഗ്രാജ്വലി ഓപ്പൺ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അമേരിക്ക സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലുള്ള ബ്ലോക്കേഡ് എടുത്ത് മാറ്റണം. അതുപോലെ US മിലിറ്ററി വിഡ്രോവൽ ഫ്രം ഇറാനിയൻ ബോർഡേഴ്സ്. ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്കയുടെ മിലിറ്ററികളുണ്ടല്ലോ അതെല്ലാം എടുത്ത് മാറണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മിഡിൽ ഈസ്റ്റിലുള്ള US ബേസുകളെ കുറിച്ച് പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇറാൻ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മൈനുകളെല്ലാം നീക്കം ചെയ്യാം, അവർ നീക്കിത്തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്റ്റേജ് 1 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്. ഇവിടെ എങ്ങും യുറേനിയത്തിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല കേട്ടോ. സ്റ്റേജ് 2 കംപ്ലീറ്റ് ഫ്രീസ് ഓൺ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫോർ ദ നെക്സ്റ്റ് 15 years. അടുത്ത 15 വർഷത്തേക്ക് ഇറാൻ യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യില്ല. വളരെ നല്ല കാര്യമാണ്. നെക്സ്റ്റ് 15 yearsലേക്ക് 15 വർഷം കഴിഞ്ഞിട്ട് 3.6% യുറേനിയം എൻറിച്ച്മെൻറ്റ് ഇറാൻ നടത്തും. അത് അവരുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട്, സിവിലിയൻ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ എൻറിച്ച്മെൻറ്റ് നടത്തും. 3.6% വളരെ ക്ലിയർ കട്ടായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ നോ സ്റ്റോറേജ് ഓഫ് എൻറിച്ച്ഡ് യുറേനിയം. എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഓൾറെഡി ഇവരുടെ കയ്യിലുള്ള ഈ 460 കിലോഗ്രാം എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ഇവർ പറയുന്നില്ല. പിന്നെ നോ ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഇപ്പം നിലവിൽ അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ ഡിസ്മാൻഡിൽ ചെയ്യരുത്. കാരണം അത് അവർക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, ആ ഫെസിലിറ്റീസ് ഒന്നും തന്നെ നശിപ്പിക്കാൻ പാടില്ല. പിന്നെ ഇറാൻ്റെ മേലിലുള്ള ഉപരോധങ്ങളെല്ലാം എടുത്തു മാറണം, സാങ്ഷൻസ് റിലീഫ്. അതുപോലെ തന്നെ ഫ്രോസൺ അസറ്റുകളെല്ലാം തന്നെ റിലീസ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേജിൽ 2 പോയിന്റുകളാണ് അവർ പറയുന്നത്. അതിലൊന്ന് ഇറാൻ അറബ് സ്ട്രാറ്റജിക് ഡയലോഗ്, അതായത് ഇറാൻ അറബ് രാജ്യങ്ങളുമായിട്ട് സ്ട്രാറ്റജിക് ഡയലോഗിലൂടെ റീജിയണൽ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാനുള്ള പെർമിഷൻ. അതിന് അമേരിക്ക ഒബ്ജക്റ്റ് ചെയ്യരുത്. ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിത്തിരിപ്പ് പരിപാടികളും ചെയ്യാൻ പാടില്ല. ഇതാണ് അവർ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് വീണ്ടും അറബ് രാജ്യങ്ങളുമായിട്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ അവരുടെ റീജിയണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ നിഴലിൽ മാത്രം കഴിയുന്ന അറബ് രാജ്യങ്ങൾക്കുള്ളിൽ ഇറാൻ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇവർ ഈ റീജിയണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു വിഷയം ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം. ഒരു പോയിന്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോൺ അഗ്രഷൻ കമ്മിറ്റ്മെന്റ് ദറ്റ് കവേഴ്സ് വിത്ത് ഇസ്രായേൽ. ഇസ്രായേലുമായിട്ട് ഒരു നോൺ അഗ്രഷൻ കമ്മിറ്റ്മെന്റ്. ഈ നോൺ അഗ്രഷൻ കമ്മിറ്റ്മെന്റ് കവർ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഇസ്രായേലിൽ നിന്നും നേരിട്ട് ഇറാനിലേക്ക് വരുന്ന അറ്റാക്കുകളെ ഭയക്കുന്നുണ്ട്, അത് അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഈ ലൈൻ അവർ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയല്ല, ഇസ്രായേലാണ്. ഇപ്പോൾ ഇസ്രായേൽ അതിന് ഓക്കെ പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇറാൻ ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ടൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അറബ് സ്റ്റേറ്റുകളുമായിട്ട് അവർക്ക് റീജിയണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവർക്ക് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പെർമിഷൻ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ എന്ത് ചെയ്യണം? പ്രോക്സികളെ ഒഴിവാക്കണം. ഈ 3 സ്റ്റെപ്പിലും പ്രോക്സികളെ കുറിച്ച് മിണ്ടുന്നില്ല. ആദ്യത്തെ പോയിന്റിൽ മാത്രം ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പോയിന്റ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലുപരിയായിട്ട് മറ്റൊരു പോയിന്റുകളും പ്രോക്സികളെ കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പം ഇറാഖിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന 64ഓളം ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. സിറിയ ത്രൂ വെപ്പൺ കടത്ത് നടത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഗാസയിലുള്ള ഹമാസിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഹൂത്തികളെ കണ്ടിന്യൂസ് ആയിട്ട് അനുകൂലിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല. അപ്പം ഇതിലൊന്നും വ്യക്തത വരുത്താതെ ഈ മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇറാൻ മറച്ചു വെച്ചിരിക്കുന്നത്. മറ്റൊരു പോയിന്റ്, ഈ 460 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം അവർ എന്ത് ചെയ്യും, അത് എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അത് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നു, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പം ഇവിടെ 2-3 വിഷയങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ 2 വിഷയങ്ങൾ, ഇത് തീർച്ചയായിട്ടും അമേരിക്കയും ഇതേ മെത്തേഡിൽ തന്നെയായിരിക്കും ഇത് വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ഇവിടെ 2-3 കീ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ ഇസ്രായേലിൻ്റെ പേര് എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഒരു പരിധി വരെ വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ടൈം ലൈൻ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് കുറച്ച് ലാഗ് ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയേക്കാം. ഇത് മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രോക്സികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ പ്രോക്സികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേലുമായിട്ടും അറബ് റീജിയണൽ സെക്യൂരിറ്റി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് ഇടപെടൽ നടത്താൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ വരും. അവിടെ വീണ്ടും ഇത് ഉടക്കിപ്പിരിയും. അപ്പം ഇതാണ് നിലവിലെ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ തൽക്കാലം യുദ്ധമുണ്ടാക്കാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാനും 2-3 ചർച്ചകൾ നടത്തി ഇങ്ങനെ ഒന്ന് വലിച്ചു നീട്ടി കൊണ്ടുപോകാനും ഈ പ്രൊപ്പോസൽ ഉപകാരപ്പെടും. അത് ഇറാനും കുറച്ച് ബഫർ ടൈം കൊടുക്കും, അമേരിക്കയ്ക്കും കുറച്ച് റിലാക്സേഷൻ കൊടുക്കും.
പക്ഷേ അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇന്നുകൂടി ലെബനൻ്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ്, തകർത്ത് വെച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലെബനൻ്റെ ഉള്ളിൽ ശരിക്കും നിങ്ങൾ ഇപ്പോൾ ലെബനൻ്റെ ഉള്ളിൽ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ലെബനൻ്റെ ഉള്ളിൽ ബെയ്റൂത്തിലൊക്കെ സിറ്റിക്കുള്ളിൽ ഹെസ്ബുള്ള ചുമ്മാ തോക്കെടുത്ത് വെടിവെക്കുകയാണ്, ചുമ്മാ ആകാശത്തേക്ക് വെടിവെക്കുകയാണ്. അവർക്കൊരു ഹോബി. അതായത് ഇപ്പോഴും ഹെസ്ബുള്ളയുടെ കൺട്രോളിലാണ് ലെബനാൻ എന്നുള്ളത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹെസ്ബുള്ള. ഓരോ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ അതിശക്തമായിട്ടുള്ള ഓരോ ആക്രമണങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ ഹെസ്ബുള്ളയ്ക്ക് മേളിൽ നടക്കുമ്പോഴും ഹെസ്ബുള്ള അവരുടെ മറ്റൊരു സൈഡിൽ നിന്നുള്ള ടീമുകളെ ഇറക്കി അവിടെ അവരുടെ ശക്തി തെളിയിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഒന്നുമല്ല, ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ രീതിക്കൊന്നും ചിന്തിക്കേണ്ട, ഞങ്ങളുടെ കൺട്രോളിലാണ് ഈ രാജ്യം എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ലെബനൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇടപ്പെട്ട കാലത്തൊന്നും ഹിസ്ബുള്ളയെ ലെബനനിൽ നിന്നും മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയില്ല. ഇസ്രായേൽ നിരന്തരമായിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർച്ചയായിട്ട് ഇനി ഒരു 2-3 വർഷമെങ്കിലും ലെബനനെതിരെ ഇങ്ങനെ യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. എന്നാലേ ഹെസ്ബുള്ളയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇപ്പം ഹെസ്ബുള്ള എന്ന് പറഞ്ഞ സംവിധാനം സിറിയക്കുള്ളിലില്ലല്ലോ. കാരണം എന്താണ്? അവരുടെ ആശ്രയം എന്ന് പറയുന്നത് ലെബനനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ കൂടാരത്തിൽ ചേക്കേറി കഴിഞ്ഞു. അവിടെയാണ് അവരുടെ കംപ്ലീറ്റ് താവളം. അതുകൊണ്ട് കൃത്യമായിട്ട് ഹെസ്ബുള്ളയെ ലെബനനിലിട്ട് തളയ്ക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. അതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൊപ്പോസൽ ഇറാന്റെ പൊളിറ്റിക്കൽ വിങ്ങിന്റെ സൈഡിൽ നിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ അനുകൂലിക്കുന്നതിനെ വെച്ചു. പക്ഷേ ഇവിടെ ഒരു IRGCയുടെ ഉദ്യോഗസ്ഥൻ ഇന്ന് ഈ പ്രൊപ്പോസൽ അമേരിക്കയ്ക്ക് കൈമാറിയതിൻ്റെ 1 മണിക്കൂറിനകത്ത് ഇയാൾ വിളിച്ചു പറയുകയാണ്. പാരഡി ഇബ്രാഹിം സുൽഫഖേരി എന്ന് പറഞ്ഞ ഈ IRGCയുടെ മെമ്പർ വിളിച്ചു പറയുകയാണ്. അതായത് ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആണവായുധം. അയാൾ വിളിച്ച് പറയാണ്. എന്നിട്ടാണ് ഈ പ്രൊപ്പോസൽ അയച്ചിരിക്കുന്നത്. അതായത് ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ രണ്ടും രണ്ടാണ്. അത് വളരെ വ്യക്തമായിട്ട് ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഇറാനുമായിട്ടുള്ള വിഷയങ്ങളിൽ ഇത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സൈഡിൽ ഞങ്ങൾ കാല് പിടിക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ ഞങ്ങൾ ശക്തരാണ്, വിജയികളാണ്, അതുപോലെ അമേരിക്കയെ മുട്ടുകുത്തിപ്പിച്ച ആൾക്കാരാണ് എന്നൊക്കെ ഇവർ പറയും. പക്ഷേ മറ്റേ സൈഡിൽ തെഹ്റാൻ എന്ന് പറഞ്ഞ് നഗടിച്ച് പൊട്ടിച്ച് പാളിസാക്കി കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വ ഇവരുടെ കയ്യിൽ ഒരു ഫൈറ്റർ ജെറ്റ് പോലും ഇല്ല. പക്ഷേ ഇവരുടെ കയ്യിൽ മിസൈലുകളുണ്ട്. ഈ മിസൈലുകളാണ് ഇവരുടെ ഒരേ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ. അതും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല. അതാണ് അവസ്ഥ. അതുപോലെ IRGC പ്രതീക്ഷിക്കുന്നത് അമേരിക്ക ഈ പ്രപ്പോസൽ തള്ളാനാണ് സാധ്യത കൂടുതൽ. കാരണം ട്രംപിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ആണ് അതിന് കാരണം. അതുകൊണ്ട് ട്രംപ് ഇതിലെന്തെങ്കിലും കുത്തിത്തിരിപ്പ് ന്യായങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് എങ്ങനെ പോകാം എന്നായിരിക്കും ചിന്തിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിക് ഡയലോഗ്, ഒരു മുൻകരുതൽ ഡയലോഗും കൂടി ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഈ പ്രൊപ്പോസലും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ UKയുടെ RC-135 റിവോട്ട് എന്ന് പറഞ്ഞ ഒരു സ്പൈ പ്ലെയിൻ ഇന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൽ ഉടനീളം പറന്ന് നിരവധി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. നോർമലി ഇത്തരത്തിലുള്ള സ്പൈ പ്ലെയിനുകൾ പോകുന്നത് റഡാർ സ്റ്റേഷനുകൾ കണ്ടെത്താനാണ്. ഇതിൻ്റെ മുൻകാല ചരിത്രം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനൊരു പണി UK വെച്ചിട്ട് അമേരിക്കയുടെ CIA ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അതുപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൽ ഇറാൻ സിറിക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത്, ആ ഒരു പോയിന്റിൽ, ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിൽ ഒരു കണ്ടെയ്നർ ഷിപ്പിനെ ഇറാൻ്റെ IRGCയുടെ ഒരു 5 ബോട്ടുകൾ വന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ IRGC നൽകിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ ഒരു പക്ഷേ ഒരു മെസ്സേജ്, അതായത് ഇപ്പോഴും സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ്, അതുകൊണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൺവേ ചെയ്തുകൊണ്ട് അവരുടെ ഈ ഒരു 3 സ്റ്റേജ് പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. കാരണം പ്രൊപ്പോസൽ വെക്കുന്ന അതേ ഒരു ടൈമിൽ തന്നെ ഈ ഡോമിനേഷൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആക്രമണം നടത്തിയതാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടാവും. അമേരിക്കൻ കണക്റ്റഡ് ആണ്, ഇസ്രായേൽ കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എനിവേ ഇറാൻ്റെ IRGCയിൽ നിന്നും എക്സ്പ്ലനേഷൻ വരുന്നത് വരെ നമുക്കതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഇതാണ് അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അസർബൈജാനിൽ നിന്നും ബോയിങ് 747 കാർഗോ എയർക്രാഫ്റ്റ് ഇസ്രായേലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇതെന്തിനാണ് ഈ ഷട്ടിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാർഗോ ഷട്ടിലുകൾ എന്ന് പറഞ്ഞാൽ അമ്യൂണിഷൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ 50 F-35 ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അതുപോലെ തന്നെ 25 F-15I കാറ്റഗറിയിൽപ്പെട്ട പുതിയ വിമാനങ്ങൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഏതാണ്ട് ഒരു യൂണിറ്റിന് 80 മില്യൺ മുതൽ 110 മില്യൺ വരെയാണ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ്. അപ്പം 50 അപ്പോൾ അത് വെച്ചിട്ട് കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ഭീമമായ ഒരു ഓർഡറാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സ്ട്രൈക്കിംഗ് പവർ വർദ്ധിപ്പിക്കാനാണ്. അടുത്ത 10 വർഷത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്ലാൻ ഇസ്രായേലിൻ്റെ ആർമിക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നുണ്ട്. സെൽഫ് റെസിലിയൻറ്റ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് സ്വയം പര്യാപ്തത. അമേരിക്കയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു ആർമിയായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഇസ്രായേൽ ആർമിയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല, പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് നെതന്യാഹു പ്രയത്നിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ F-35 ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമേരിക്കയുടെ അലൈഡ് പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ കീപ്പ് ചെയ്യുന്നത് അമേരിക്കയാണ്. മറ്റു പല രാജ്യങ്ങളും ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. 1763 F-35A കാറ്റഗറിയിൽപ്പെടുന്ന വിമാനം അമേരിക്കയുടെ പക്കലുണ്ട്. 280 F-35BS കാറ്റഗറിയിൽപ്പെട്ട വിമാനം അമേരിക്കയുടെ സൈഡിലുണ്ട്. 413 F-35CS ക്ലാസ് എയർക്രാഫ്റ്റും അവരുടെ കയ്യിലുണ്ട്. UK കയ്യിൽ 130 F-35BS കാറ്റഗറി വിമാനങ്ങളാണ് UK കയ്യിലുള്ളത്. F-35 ഓസ്ട്രേലിയ ആണെങ്കിൽ 100 F-35AS കാറ്റഗറിയിൽപ്പെട്ട വിമാനം തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റലി ആണെന്നുണ്ടെങ്കിൽ 75 F-35AS, അതുപോലെ തന്നെ 40 F-35BS, ഈ 2 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ ഇറ്റലിയുടെ കയ്യിലുണ്ട്. കാനഡ 80 F-35AS കാറ്റഗറി വിമാനങ്ങളാണ് അവർ വാങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ നെതർലാൻഡ്, ഡെൻമാർക്ക്, നോർവേ ഇവരുടെ കയ്യിലെല്ലാം F-35 ഉണ്ട്. നിരവധി രാജ്യങ്ങളിൽ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നിരത്താം. ഇതിന് ഇസ്രായേലിന് മാത്രമാണ് അതിൻ്റെ ഇലക്ട്രോണിക്സിലേക്ക് കൈകടത്തൽ നടത്തി അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിൽ സ്വിച്ച് ആബ്സെന്റ് ചെയ്തുകൊണ്ടുള്ള മോഡലുള്ളത് ഇസ്രായേലിൻ്റെ കയ്യിൽ മാത്രമാണ്. കാരണം ഈ F-35 മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഇതിൻ്റെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതിൽ മെജോറിറ്റി ആൾക്കാർ യഹൂദരാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേലിന് ഈ ടെക്നോളജി വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഈ ലോക്ക് സിസ്റ്റം കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേലിന് മാത്രം ഈ ഒരു എക്സംഷൻ കൊടുത്തിരിക്കുന്നത് അമേരിക്ക. അവിടെ കിൽ സ്വിച്ച് ഇല്ല. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന F-35ലും അതിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് F-35AS, F-35BS, F-35CS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തരത്തിലുള്ള ഫുൾ ഓപ്ഷൻ, ഹാഫ്, സെമി ഇങ്ങനെയൊക്കെ നമ്മൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതുപോലത്തെ ഒരു സംവിധാനമാണ് ഈ ഫൈറ്റർ ജെറ്റുകളെ സംബന്ധിച്ചിടത്തോളം AS, BS, CS എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പോൾ CS ലിമിറ്റഡ് ഓപ്ഷൻസ്, BS അതിനേക്കാൾ കുറച്ച് കൂടുതൽ, ഇപ്പോൾ AS എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് ലെവൽ. അപ്പോൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഉക്രൈൻ റഷ്യയുടെ ഒരു സ്ട്രൈക്കർ ഫ്ലീറ്റിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ ഫുട്ടേജസ് ഒന്നും ലഭ്യമല്ല, പക്ഷേ സെലൻസ്കി കൺഫേം ചെയ്യുന്നുണ്ട് റഷ്യയുടെ ഒരു സ്ട്രൈക്കർ ഷിപ്പിനെ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്രൂയിസ് മിസൈൽ ക്യാരി ചെയ്ത് വരുന്ന അറ്റാക്കിംഗ് പവറുള്ള ഒരു സ്ട്രൈക്കർ ഷിപ്പിനെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്. കാലിബർ ക്രൂയിസ് മിസൈൽ ക്യാരി ചെയ്തുകൊണ്ട് വന്ന സ്ട്രൈക്കർ ഷിപ്പിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതുപോലെ തന്നെ മരിയോപോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് റഷ്യയുടെ മിലിറ്ററി ബേസിന് നേരെ ഉക്രൈൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യ ഇനി വീണ്ടും തിരിച്ചടി തുടങ്ങും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുദ്ധം ഇത്തരത്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ അടിക്കുന്നു, ഉക്രൈൻ അടിക്കുന്നു, പിന്നെ ഉക്രൈൻ അടിക്കുന്നു, റഷ്യ തിരിച്ചടിക്കുന്നു. ഈ യുദ്ധത്തിനൊരു അറുതി ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആന്ധ്രയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 600 ഏക്കർ സ്ഥലം ലോക്ക് ചെയ്ത് അവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്. 5th ജെൻ AMCA ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിന് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. പ്രാഥമികമായിട്ട് 140 AMCA ഫൈറ്റർ ജെറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ സത്യസായി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം അക്യൂർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഇൻ്റർനെറ്റ് ഉപയോഗം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15% നിന്നും 70% ഉയർന്നിട്ടുണ്ട്. അതായത് ഇന്ന് ഇന്ത്യയിലുള്ള 70% ആൾക്കാരും ഓൺലൈനിലാണ്, മീൻസ് ദേ ആർ ഓൺ ലൈവ്. അങ്ങനെ ഒരു വാർത്തയാണ് വരുന്നത്. അവർ വേൾഡ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോബൽ ഡേറ്റ സർവേ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 70% ചെറിയ വളർച്ചയല്ല കഴിഞ്ഞ 10 വർഷം കൊണ്ട്.
അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അത് തീർച്ചയായിട്ടും ഓൺലൈൻ ബിസിനസ്സുകളായിക്കോട്ടെ എല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഡേറ്റ കണക്ടിവിറ്റിയാണ്. ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒക്കെ മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹസിൽ ഫ്രീ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യയിലുള്ള UPI എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ മോഡലാണ്, ട്രാൻസാക്ഷൻ മോഡൽ. ഇപ്പോഴും അമേരിക്കയിൽ പ്ലാസ്റ്റിക് കാർഡുകളിട്ട് ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ബന്ധുക്കൾ അമേരിക്കയിലുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അവിടെ ഇത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല പേയ്മെൻറ്റുകൾ. ജസ്റ്റ് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ ടിങ് എന്നൊരു മണി അടിക്കുമ്പോൾ പേയ്മെൻറ്റ് പോവുകയാണ്. അത്ര എളുപ്പത്തിൽ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡായിട്ട് തേങ്ങാ കച്ചവടക്കാരൻ്റെ കയ്യിലും വഴിയോരത്തെ തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന ആളുടെ കയ്യിൽ വരെ ഉണ്ട് QR കോഡ്. അത്തരത്തിൽ ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മേഖലകളിൽ ഇനിയും പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.